വിനേഷ് ഫോഗട്ട് ആ പേര് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അയോഗ്യയാക്കിയതിനു ശേഷം പുതിയ നീക്കങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഗുസ്തി ഫെഡറേഷനും പ്രസിഡന്റ് സഞ്ജയ് സിംഗിനുമെതിരെ വിനേഷ് ഫോഗട്ട് ഡൽഹി ഹൈക്കോടതിയിൽ. ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തിട്ടും ഫെഡറേഷൻ അധ്യക്ഷൻ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ എത്തി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ആരോപണം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഈ നീക്കം എങ്ങനെയാണ്? പൂജ, ഈ ഗുസ്തി ഫെഡറേഷനിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഹർജി ഈ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. ഇതിൽ ബജ്രംഗ് പുനിയ, അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കവെയാണ് വിനേഷ് ഫോഗട്ടിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാഹുൽ മെഹ്റ വളരെ ഗുരുതരമായ ആരോപണം കോടതിയിൽ ഉന്നയിച്ചത്. അതായത് 2023 ഡിസംബറിൽ ഈ ഗുസ്തി ഫെഡറേഷന് കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി സസ്പെൻഡ് ചെയ്തിട്ടും ഈ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷൻ സഞ്ജയ് സിംഗ് ഈ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ എത്തുകയും ഈ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്നാണ് വിനേഷ് ഫോഗട്ടിൻ്റെ അഭിഭാഷകൻ രാഹുൽ മെഹ്റ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒളിമ്പിക്സിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തതിന് ശേഷം വിനേഷ് ഫോഗട്ടിൻ്റെ അഭിഭാഷകൻ ഈ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്ന ഈ ആരോപണം വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണ്. കാരണം സഞ്ജയ് സിംഗിൻ്റെ സാന്നിധ്യവും ഈ ഒളിമ്പിക്സ് ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും തീരുമാനമെടുക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് വിനേഷ് ഫോഗട്ടിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കൽ ആവശ്യമാണ് എന്നും ഗുസ്തി ഫെഡറേഷനിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നുമാണ് ഇന്ന് വിനേഷ് ഫോഗട്ടിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ്, അതായത് ഗുസ്തി ഫെഡറേഷനിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.